ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അബീസ് കിച്ചൺ. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മക്രോണി റെസിപ്പി എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാമെന്നാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു. അത് തിളയ്ക്കാൻ വെച്ചു. അത് തിളച്ചപ്പോൾ അതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ 400 ഗ്രാം മക്രോണിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വേവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ മക്രോണി ഇവിടെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളമോ പച്ചവെള്ളമോ ഒഴിച്ചു കൊടുക്കണം. ഈ മക്രോണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സവാളയാണ്. അത് നല്ലപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു ക്യാരറ്റും ഒരു ക്യാപ്സിക്കവും നല്ലപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി കുഞ്ഞു പീസസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ കുറച്ച് മല്ലിയിലയും സ്പ്രിംഗ് ഒനിയനും കുഞ്ഞു പീസസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഒനിയന്റെ വൈറ്റ് പോർഷനും ഗ്രീൻ പോർഷനും സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കുകയാണ്. എന്നിട്ട് ഞാൻ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. അത് ചൂടായപ്പം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളിയും ആ സ്പ്രിംഗ് ഒനിയന്റെ വൈറ്റ് പോർഷനും ചേർത്ത് കൊടുത്തു. ഇത് ഒരു ചൈനീസ് ഫുഡ് ആയതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്നാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ പിന്നെ തീ എപ്പോഴും ഹൈ ഫ്ലെയിമിലായിരിക്കും വെച്ചിരിക്കുന്നത്. ഇതൊരു ഫാസ്റ്റ് ഫുഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി നേരം ഒന്നും മൂപ്പിക്കത്തില്ല. നമ്മൾ അടുത്തതായിട്ട് സവാള ചേർത്ത് കൊടുത്തു. സവാള ജസ്റ്റ് ഒന്ന് വരണ്ട് കിട്ടിയപ്പോഴത്തേക്കും നമ്മുടെ ക്യാരറ്റും ക്യാപ്സിക്കവും ചേർത്ത് കൊടുത്തു. ഇനി അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ നമ്മളിവിടെ കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നുകൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് കുറച്ച് ടൊമാറ്റോ സോസും സോയാ സോസും ഇച്ചിരി വിനിഗറുമാണ്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം വേണ്ട ഞാനിതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മക്രോണിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന മല്ലിയിലയും സ്പ്രിംഗ് ഒനിയന്റെ ഗ്രീൻ പോർഷനുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതൊന്നുകൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ വേണ്ട ഞാനിതിവിടെ എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ മിക്സ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് സോസൊക്കെ കുറവാണെന്ന് തോന്നി. അപ്പോൾ അതൊക്കെ ചേർത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വേണ്ട നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.